സുഖം തന്നെ. ആ ഞാനിന്ന് കണ്ട വലിയ മേക്കപ്പൊക്കെ ചെയ്തിരിക്കുക കേട്ടോ കൂട്ടുകാരെ. വീഡിയോ ഒക്കെ ഇടാമെന്നും പറഞ്ഞ് അങ്ങനെ ജോലിയൊക്കെ ഒതുക്കി എന്ന് പറയാം, ഒതുക്കിയില്ലെന്നും പറയാം. അങ്ങനെ ഇന്ന് ഇച്ചിരി കൊഞ്ചൊക്കെ കിട്ടി കറി വെക്കാൻ. കൊഞ്ച് കറി വെച്ച് തീയൽ വെച്ച് കേട്ടോ. തീയൽ വെച്ച് കഴിഞ്ഞ് ഇച്ചിരി ചോറൊക്കെ കഴിക്കാൻ നേരത്തെ ഇച്ചിരി കറിയെടുത്ത് കൂട്ടി. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ വയറ് കയറി അങ്ങ് വേർത്ത് വായു കൊണ്ട് ഇടിച്ചു കയറുന്ന പോലെ കേട്ടോ. വല്ലാത്തൊരു ഇത് വീഡിയോ പിടിക്കാനൊക്കെ പാട്. പിന്നെ ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹമാണ് ഈ കൊഞ്ച് ഞണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. കൂട്ടി കഴിയുമ്പം വായുവിന് പിടിക്കത്തില്ല. പിന്നെന്തൊക്കെയുണ്ട്? പിന്നെ എന്നും ആലോചിക്കും എൻ്റെ സ്വന്തം സ്ഥലം കായംകുളവാ. ഞാൻ വന്ന് താമസിക്കുന്ന ഇപ്പം 10-13 വർഷം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുന്നത്. എനിക്ക് വീടൊന്നുമില്ല. പിന്നെ എന്നും ആലോചിക്കും ഈ തിരുവനന്തപുരം സ്ഥലത്ത് വന്നിട്ട് പൊന്മുടി ഒന്ന് കാണാനോ, പിന്നെ കന്യാകുമാരി കാണാനോ, അങ്ങനെ പല സ്ഥലങ്ങളും കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ചേട്ടനാണെങ്കിൽ എങ്ങും കൊണ്ടുപോകത്തുമില്ല. ചേട്ടന് വണ്ടി ഓടിക്കാൻ അറിയത്തുമില്ല, വണ്ടി ഇട്ടില്ലെന്ന് താനും. നമ്മളിങ്ങനെ ആരെയും കാണാതെ ഇങ്ങനെ ഈ വീടിനകത്ത് കിടക്കുക. ഭയങ്കര ആഗ്രഹമാണ്. നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എല്ലായിടവും ഒന്ന് പോയി എല്ലായിടവും കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അതൊന്നും നമുക്ക് നടക്കുന്നൊന്നുമില്ല. എന്നെങ്കിലും ഒരു കാലത്ത് ദൈവം ചിലപ്പോൾ അതൊക്കെ പോകാനുള്ള ഇത് സാധിച്ചു തരുമായിരിക്കും. പിന്നെ എന്തോ പറയാനാ കൂട്ടുകാരെ. എൻ്റെ കൊച്ചുമോനാണെങ്കിൽ സ്കൂളിൽ പോയി. കൊച്ചുമോൾ ഇവിടെ ഉണ്ട്, അംഗനവാടി പോവാ. കൊച്ചുമോൾക്ക് 3.5 വയസ്സായി. കൊച്ചുമോന് 12 വയസ്സായി. വളർന്ന കൊച്ചുമക്കളൊക്കെ ആയി കേട്ടോ. എന്നാലും അമ്മുമ്മയുടെ ഡാൻസും പാട്ടും കാര്യങ്ങളൊന്നും മാറ്റത്തില്ല അല്ലേ? നിങ്ങളൊക്കെ ഓർക്കുമായിരിക്കും, അയ്യോ ഇത് എന്തുവാ ഇത്, ഇവർക്ക് ഈ പ്രായം ചെന്ന സമയത്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതൊക്കെ ചെയ്യുന്നു അങ്ങനെ എന്നൊക്കെ. എനിക്കൊരു നാണക്കേടൊന്നുമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. ഞാൻ ആരോട് കാര്യം പറഞ്ഞാലും ചിരിച്ചോണ്ടേ കാര്യം പറയത്തുള്ളൂ. എനിക്കൊരു പിണക്കോ ഒന്നുമില്ല, എനിക്കൊരു കെറുവോ ഒന്നുമില്ല. അങ്ങനെ എൻ്റെ സ്വഭാവം. പിന്നെ എൻ്റെ അമ്മയും അതുപോലൊക്കെ തന്നെ. എൻ്റെ അമ്മയുടെ കണ്ടുപഠിച്ചായിരിക്കും മക്കളും. പിന്നെ എന്താ പറയാനേ, ചേട്ടനിച്ചിരി ദേഷ്യമൊക്കെ ഉള്ള ആളാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിടുന്നത് അത്ര ശരിയല്ലല്ലോ. നമ്മുടെ ഭർത്താക്കന്മാർ എത്ര ദേഷ്യമായാലും വഴക്കായാലും തല്ലായാലും മേളമായാലും അവരെ നമ്മളങ്ങനെ കൊച്ചാക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഒരു ദിവസം അന്വേഷിച്ചുകൊണ്ട് തരുന്നതല്ലയോ. എത്ര ആരെ എന്തെല്ലാം തന്നാലും സ്വന്തം ഭർത്താവ് 10 രൂപ കൊണ്ട് തരുന്നത് പോലെ ഇരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനൊന്നും വീട്ടുകാര്യങ്ങളൊന്നും പറയാത്ത അതുകൊണ്ട് തന്നെ കേട്ടോ. ജീവിതത്തിലെല്ലാം ദുഃഖങ്ങൾ തന്നെ, ദുഃഖങ്ങളേ ഉള്ളു എല്ലാം കൊണ്ടും. അത് പുറത്ത് പറയാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഒന്നും പറയാത്ത കേട്ടോ. ഇനിയിപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടാമല്ലോ, എല്ലാവരും ഒന്ന് അറിയട്ടെ, നമ്മുടെ ജീവിത കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ജീവിതമാണ് കൂട്ടുകാരെ. ഇനി എന്തോ പറയാനാ. ഇനി നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് ഞാനെല്ലാം പറയാം കേട്ടോ. ടാറ്റാ.